വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് തോരനാണ്, തനി നാടൻ സ്റ്റൈലിലുള്ള കടച്ചക്ക തോരൻ. നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ കടച്ചക്ക തോരൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് തേങ്ങ ഒതുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സി ജാറിലേക്ക് തേങ്ങ ഒതുക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: പച്ചമുളക് കാന്താരിയാണ് ഒന്നുകൂടെ ബെറ്റർ. കാന്താരി ഉള്ളപ്പം കാന്താരി ഉപയോഗിക്കാം. ഞാൻ 2 പച്ചമുളക് എടുക്കുകയാണ്, ഒടിച്ചിട്ടിടാം. 5 കഷ്ണം ചുവന്നുള്ളി, 4 വെളുത്തുള്ളി. ഇതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഒത്തിരി അരഞ്ഞു പോകല്ല, വളരെ ലൈറ്റായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ, വല്ലാണ്ട് അരഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കടച്ചക്ക തോരൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു കടായി, ചീനച്ചട്ടി ചൂടാക്കാം. ഇതിലേക്ക് കടച്ചക്ക ഇങ്ങനെ നീളത്തിലാണ് അരിയുന്നത്, കനം കുറച്ച് നീളത്തിൽ അരിയുക. ചിലർ ചോപ്പ് ചെയ്തൊക്കെ എടുക്കാറുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇതേപോലെ നീളത്തിലാണ് അരിഞ്ഞെടുക്കാറ്. ഇതിപ്പോൾ ഏകദേശം ഒരു വലിയ കടച്ചക്കയുടെ ഒരു പകുതിയോളം എടുത്തിട്ടുണ്ട്, 3 കപ്പോളം ഉണ്ട്. അപ്പോൾ ഇത് വെള്ളത്തിലേക്ക് വേണം അരിഞ്ഞിടാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രൗൺ ആയി പോകും. അരിഞ്ഞെപ്പോഴും വെള്ളത്തിൽ ഇടുക. വെള്ളത്തിൽ നിന്ന് എടുത്ത് പാനിലേക്ക് ഇടാം. ഞാൻ നേരത്തെ പറഞ്ഞു അളന്നെടുത്ത 3 കപ്പോളം ഉണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഞാൻ 3/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർക്കുകയാണ്. നമ്മൾ സാധാരണ തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതെല്ലാം കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യിച്ച് അതിന് നടുക്കൊരു ഗ്യാപ്പ് ഉണ്ടാക്കുക. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന മിക്സ്ചറൂടെ ചേർക്കാം. നമ്മൾ തേങ്ങ ഒതുക്കിയ മിക്സ്ചർ ഇതിനകത്തേക്ക് ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടാതെ ഈ മിക്സി ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഇതിനകത്തേക്ക് ചേർക്കാം. പിന്നെ നമ്മൾ ഈ കടച്ചക്കയുടെ മിക്സർ വെച്ച് തന്നെ ഒന്ന് കവർ ചെയ്തു. ഇനി നമുക്ക് പാൻ ഹീറ്റ് ചെയ്യാം. ഇനി ഒരു ലിഡ് വെച്ച് കവർ ചെയ്ത് നന്നായിട്ടൊന്ന് ആവി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ തീ കുറച്ചാണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആവിയൊക്കെ നന്നായിട്ട് വന്നു. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും. അപ്പോൾ അത് ഉടയാതെ, അധികം ഉടഞ്ഞു പോകാതെ എന്നാൽ നന്നായിട്ട് വേവുകയും വേണം. ആ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ. ഇപ്പം നോക്കിയാൽ എല്ലാം നന്നായിട്ട് വിട്ട് കിടക്കുന്നു, ഒന്നും കുഴഞ്ഞിട്ടുമില്ല, പെർഫെക്റ്റായിട്ട് കുക്ക് ചെയ്തേക്കുന്നത്. നെക്കി നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് ആവി വരുമ്പോഴത്തേക്കായിട്ടുണ്ടാവും. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി കടുക് പൊട്ടിക്കാനായിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പോൾ കടുക് പൊട്ടിക്കുന്ന രീതി ഇതിനകത്ത് ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. ഇതിനകത്ത് അരിയും കൂടി ഇട്ട് വേണം കടുക് പൊട്ടിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം കുറച്ച് കോക്കനട്ട് ഓയിൽ, 1 ടേബിൾ സ്പൂൺ. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടി തുടങ്ങുമ്പം 1 ടീസ്പൂൺ അരി, സാധാരണ അരി, നമ്മൾ ചോറിൻ്റെ ഒക്കെ ഉപയോഗിക്കുന്ന അരി തന്നെ. അരിയും പൊട്ടി തുടങ്ങി. ഇതിലേക്ക് ചുവന്നുള്ളി, ഒരു 3 കഷ്ണം ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത്, നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. 2 വറ്റൽ മുളക്, ഡ്രൈ ചില്ലി ഒന്ന് കീറിയിടാം. ആ ചുവന്നുള്ളി ഒന്ന് ബ്രൗൺ കളർ ആവണം, അതുവരെ കുക്ക് ചെയ്തെടുക്കുക. ഈ അരി മൂപ്പിച്ചിടുന്നത് ഇതിന് പ്രത്യേക ഒരു ഫ്ലേവർ തരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരി മൂപ്പിച്ചിടുന്നത്. ചില തോരനുകൾക്ക് മാത്രം നമ്മൾ ഇത് ചെയ്യാറുള്ളൂ. നല്ലൊരു ഫ്ലേവറാണ്. ഇതിലേക്ക് നമ്മുടെ കേരള ഫ്ലേവർ കിട്ടാനായിട്ട് കറി ലീവ്സ്, കറിവേപ്പില കുറച്ച് കീറിയിടാം. അപ്പോൾ ചുവന്നുള്ളിയൊക്കെ മൂത്ത് നല്ല മണം വരാൻ തുടങ്ങി. ഇനി കറിവേപ്പിലയും കൂടെ ഒന്ന് ഫ്രൈഡായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മാറ്റാം. ഓക്കെ, ഈ ഒരു പരുവത്തിൽ നമുക്ക് തോരനിലേക്ക് ഒഴിക്കാം. നമ്മൾ കടുക് പൊട്ടിച്ച മിക്സറെല്ലാം അതിനകത്തേക്ക് ചേർത്തു. ഇതിനെ ഒന്ന് അടച്ചു വെക്കാം. ഈ ഫ്ലേവേഴ്സ് എല്ലാം കൂടെ ഒന്ന് ഇൻഫ്യൂസ്ഡ് ആണ്. അതിന് വേണ്ടിയിട്ട് അടച്ചൊരു 5 മിനിറ്റ് വെക്കാം. നമ്മുടെ കടച്ചക്ക തോരൻ ഇവിടെ റെഡിയായി. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മൾ കടുക് പൊട്ടിച്ച മിക്സ്ചർ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക.
അപ്പോൾ നമ്മുടെ ഈ കടച്ചക്ക തോരൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ് കടച്ചക്ക തോരൻ. അപ്പം ഇത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് തോരനാണ് ഈ കടച്ചക്ക തോരൻ. അപ്പം ഞാൻ യൂഷ്വലി സെർവ് ചെയ്യാറുള്ളത് കടച്ചക്ക തോരനും നല്ല കട്ട തൈര് ഉടച്ചുള്ള മോരും മട്ടാരി ചോറും നല്ല കോഴിക്കറി. എക്സലൻറ്റ് കോമ്പിനേഷനാണ്. കൂടാതെ മീൻ വേവിച്ചതിൻ്റെ കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് കടച്ചക്ക തോരൻ തന്നെ ഉണ്ടെങ്കിൽ പോലും ചോറ് കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിൽ വീണ്ടും കാണാം. Till then, take care. Bye bye.